സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. 2-3 മുട്ട കൊണ്ട് 10 മിനിറ്റിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾക്ക് ഗോതമ്പ് മാവ് ഒന്ന് ചലിച്ചെടുക്കാം. 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. ഇനി ഗോതമ്പ് മാവിലേക്ക് 1/2 സ്പൂൺ ഉപ്പും 2 സ്പൂൺ എണ്ണയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി 1/4 കപ്പ് വെള്ളമെടുത്ത് കുറേശ്ശെയായി ഒഴിച്ച് കുഴയ്ക്കുക. ഏകദേശം 1/2 കപ്പ് മതി. നിങ്ങളെടുക്കുന്ന ഗോതമ്പ് മാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ നേരിയ വ്യത്യാസം വരാം. 1/4 കപ്പ് വെള്ളമെടുത്തതിൽ ഇത്ര വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. മാവ് സോഫ്റ്റായി കുഴച്ചെടുക്കുക. കുഴച്ച മാവിന് മുകളിൽ 1/2 സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്നുകൂടി കുഴച്ച് അടച്ച് 10 മിനിറ്റ് വയ്ക്കുക. ഇനി നമ്മൾക്ക് മുട്ട പുഴുങ്ങാൻ വയ്ക്കാം. മുട്ട പുഴുങ്ങാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുക. ഇനി വെള്ളത്തിലേക്ക് മുട്ടകൾ മെല്ലെ ഓരോന്നായി ഇട്ട് കൊടുക്കുക. 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ട മതി നമ്മൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക്. ബാക്കി മുട്ട കറിക്കാണ്. ഒന്നിച്ച് പുഴുങ്ങിയെന്നേ ഉള്ളൂ. മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർക്കുന്നുണ്ട്. മുട്ട മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളമൊഴിക്കണം. 10 മിനിറ്റ് വേവിച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക. ആറിയ ശേഷം മുട്ടയുടെ തോൽ കളഞ്ഞെടുക്കുക. നല്ലപോലെ തണുക്കുന്നതിന് മുമ്പ് മുട്ടയുടെ തോട് കളയണമെങ്കിൽ മുട്ട വേവിച്ച ചുടുവെള്ളം കളഞ്ഞ് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം തോട് പൊട്ടിച്ചാൽ എളുപ്പത്തിൽ തോട് കളയാൻ കഴിയും. അതിനുശേഷം വേവിച്ച മുട്ട ഗ്രേറ്ററിൽ ഇങ്ങനെ ചീവിയെടുക്കുക. നൈസായി ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടിയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. മസാലകൾ വറുക്കാതെ പച്ചയ്ക്കാണ് നമ്മൾ ചേർത്തത്. മസാലയ്ക്ക് പച്ചമണം ഉണ്ടാവില്ലേ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഉള്ളിലുള്ള മസാലയുടെ പച്ചമണം മാറും. ഇനി കുഴച്ച് വെച്ച മാവെടുത്ത് ഒന്നുകൂടി കുഴച്ച് ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കുക. മീഡിയം സൈസിൽ 5 എണ്ണമാണ് 1.5 കപ്പ് മാവിൽ നിന്നും ലഭിച്ചത്. ഇനി ഓരോന്നും മൈദാമാവോ ഗോതമ്പ് മാവോ തൂവി പരത്തുക. ഞാൻ സാധാരണ മൈദാമാവ് തൂവിയാണ് പരത്താറുള്ളത്. പരത്തിയ ചപ്പാത്തിയുടെ നടുക്ക് മസാല വയ്ക്കുക. അറ്റം ഒഴിവാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് 2ആയി മടക്കുക. അറ്റം ഒരു ഫോർക്ക് കൊണ്ട് അമർത്തി കൊടുക്കുക. നല്ലപോലെ ഒട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിലുള്ള സ്റ്റഫിംഗ് എല്ലാം പുറത്തു വരും. ചപ്പാത്തി നൈസായി പരത്തണം. ഇനി ഓരോന്നായി ചുട്ടെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. ലേശം നെയ്യോ എണ്ണയോ പുരട്ടുക. ഇനി പാനിലേക്ക് ചപ്പാത്തി ഇട്ട് 2 സൈഡും നല്ലപോലെ വേവിച്ചെടുക്കുക. മുകളിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്നുകൂടി ചെയ്തെടുക്കാം. മാവ് നൈസായി പരത്തി ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് മടക്കി ഫോർക്ക് കൊണ്ട് അറ്റം അമർത്തിയെടുക്കുക. ഇനി ഇത് ചുട്ടെടുക്കുക. ഇനി ഇത് വേറൊരു രീതിയിലും ചെയ്തെടുക്കാം. മാവ് ലേശം പരത്തി നടുക്ക് മുട്ട മസാല വെച്ച് കിഴി കെട്ടിയ ശേഷം മാവ് തൂവി പരത്തുക. എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസായി പരത്തുക. ഉള്ളിലുള്ള ഫില്ലിംഗ് പുറത്തു പോകാതെ പരത്തണം. ഇനി ഇത് ചൂടായ പാനിലിട്ട് ചുട്ടെടുക്കുക. 2 രീതിയിലും ഇത് തയ്യാറാക്കാം. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യുക. വളരെ സ്വാദുള്ള ഈ റെസിപ്പി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാനും നല്ലതാണ്. നല്ലൊരു എഗ് റോസ്റ്റിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. വെജിറ്റേറിയൻസിന് കുറുമ, സോയ ചങ്ക്സ് മസാല, ചെറുപയർ കറി എന്നിവയെല്ലാം സൈഡ് ഡിഷായി യൂസ് ചെയ്യാം. സ്റ്റഫിങ്ങിന് മസാല ചേർത്തതുകൊണ്ട് തന്നെ കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാം. ഈ എഗ് സ്റ്റഫിംഗ് ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.